രതീഷ്, ഞാനിപ്പോൾ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിലാണ്. അതായത് ഇവിടെ ക്രിസ്മസ് ആഘോഷം പൊടിപൊടിക്കുകയാണ്. വിശ്വാസികളെല്ലാവരും തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഇവിടേക്ക് എത്തും. അദ്ദേഹമാണ് ചടങ്ങുകൾക്കെല്ലാം കാർമ്മികത്വം വഹിക്കുന്നത്. കോഴിക്കോട് അതിരൂപതയെ സംബന്ധിച്ച് രൂപതയിൽ നിന്ന് അതിരൂപതയായി ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യ ക്രിസ്മസ് രാവാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷം, അത് ആഘോഷമൊക്കെ ഇരട്ടിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പള്ളി അങ്കണത്തിൽ, കത്തീഡ്രൽ അങ്കണത്തിൽ കരോൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് അടക്കം മുതിർന്നവരടക്കം തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള കരോളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് എത്തിയതിനു ശേഷമാണ് ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. വർണ്ണശബളമാണ് ദേവാലയം. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തീഡ്രലാണ്. അങ്ങനെ ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന കത്തീഡ്രലാണ്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വളരെ മനോഹരമായി തന്നെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. താമരശ്ശേരിയിലേക്ക് പോയി കഴിഞ്ഞാൽ താമരശ്ശേരി മേരിമാത കത്തീഡ്രലിൽ താമരശ്ശേരി രൂപത ബിഷപ്പ് ജോർജ് ഇഞ്ചനാനിയൽ അദ്ദേഹം ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുമൊക്കെ തന്നെ ചെയ്യും. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. അത്രയും കളർഫുള്ളാണ് എന്ന് തന്നെയാണ്. നമുക്ക് ചേച്ചി, ക്രിസ്മസ് ആഘോഷമൊക്കെ എത്രത്തോളം ആയിട്ടുണ്ട്? അടിപൊളിയാണോ? സന്തോഷമാണ്. വീട്ടിലെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയോ? കോൺവെന്റിലല്ലേ? അവിടെ ആഘോഷമുണ്ടോ? കേക്കൊക്കെ മുറിച്ചോ? അപ്പോ കേക്ക് മുറിച്ചോ? നമ്മളവിടെ ഉള്ള ആളുകളൊക്കെ ഒത്തുകൂടി അല്ലേ? നമ്മളവിടെ കോൺവെന്റിൽ എത്ര പേരുണ്ട്? 30 പേര്. കോൺവെന്റിൽ വന്നിട്ട് കുറേ ആയോ? ആണോ? ആഘോഷം ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് മോളെ? എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ? അടിപൊളിയാണോ? സൂപ്പറല്ലേ ചേച്ചി? ആഘോഷമൊക്കെ എത്രത്തോളമായി? വീട്ടിലൊക്കെ കൂടെ ആക്കിയിട്ടാണോ? കണ്ടിട്ട് അതിനപ്പുറം ഭക്ഷണം പരിപാടികളൊക്കെ എങ്ങനെയാ? നാളെ ഭക്ഷണം അടിപൊളിയാക്കും. അടിപൊളിയാക്കും. അങ്ങനെ ക്രിസ്മസ് വിശേഷങ്ങള് നമ്മുടെ നോക്കാം. ഈ കരോളിന്റെ നേതൃത്വം നൽകുന്ന ഒരു വൈദികൻ തന്നെയാണ്. പക്ഷെ എങ്ങനെയുണ്ട്? ഞാനിവിടെ വികാരിയായിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ത്രില്ലെന്ന് പറയുന്നത് ഞങ്ങളുടെ ബിഷപ്പ് ആർച്ച് ബിഷപ്പായി, ഈ രൂപത ആർച്ച് രൂപതയായി. അതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ ഇരട്ടി മധുരമാണ്. ഞങ്ങളുടെ ബിഷപ്പ് KCBC പ്രസിഡൻ്റായി ആയതിനാൽ മലബാർ മുഴുവൻ വലിയ സന്തോഷത്തിലാണ്, വളരെ ആനന്ദത്തിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രത്യേകതകളാണ് അല്ലേ? അതെ അതെ. പ്രത്യേകിച്ച് മലബാറിൽ ഏറ്റവും വലിയ ക്ലബ്ബാണ് ഈ കത്തീഡ്രൽ പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത്. അച്ഛൻ തന്നെയാണ് കരോളിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതെ അതെ അതെ. കരോള് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇന്നിപ്പോൾ ആൾക്കാർ ദൂരെ നിന്നൊക്കെ വരുന്ന ഒത്തിരി പേര് വരുന്നതാ. അവർക്ക് വേണ്ടിയാണ് നേരത്തെ കരോൾ ഗാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. രതീഷ്, ഇങ്ങനെ തന്നെയാണ്. അത്രയും മനോഹരമായ കാഴ്ചകളാണ്. സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത്. പറഞ്ഞാൽ നമ്മൾ ചടങ്ങുകളുടെ കാര്യം പറഞ്ഞു. ചടങ്ങുകൾ അല്പസമയത്തിനകം ആർച്ച് ബിഷപ്പ് എത്തിച്ചേരുന്ന മുറയ്ക്ക് ആരംഭിക്കുന്നതാണ്. 11:45 വലിയ ആഘോഷമാണ്, വലിയ ശബ്ദമാണ്, വലിയ ആഘോഷമാണ്. തിരുപ്പിറവിയുടെ രാവാണ്.